ഉല്ലാസ് ബാബു, വാണിമേൽ സാഹിബിന്റെ പ്രബോധനങ്ങളെ കുറിച്ച് ഒരു 2 വാക്ക് പെട്ടെന്ന് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. മുസ്ലിം ലീഗിന്റെ ഒരാളുണ്ടായിരുന്നു. വാണിമേൽ പ്ലീസ്. ഉല്ലാസ് ബാബു, ശ്രീ വാണിമൽ സഹോദര, ഞാൻ അങ്ങയോട് താഴ്മയായി ചോദിച്ചോട്ടെ, മുസ്ലിം വനിതകൾക്ക് 2 പെൺകുട്ടികളുള്ള കുടുംബത്തെ വനിതകൾക്ക് സ്വത്തവകാശം ഒരുപോലെ വേണമെന്നുള്ള തീരുമാനം ശരിയാണോ? നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾ അതിനെ അംഗീകരിക്കും. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതോ അവർക്ക് നിങ്ങളുടെ മത തീരുമാനം മതി എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ മുസ്ലിം വനിതകൾക്ക് നേരെ കാണിക്കുന്ന, നിങ്ങൾക്ക് മുസ്ലിം വനിതകൾക്ക് എവിടെയെങ്കിലും ഒരു വസ്ത്രാവകാശമുണ്ടോ? അവർക്ക് കൃത്യമായി അവർക്ക് ആഗ്രഹിക്കുന്ന വസ്ത്രം ഇടാനുള്ള അവകാശമുണ്ടോ? നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഒരു പാവപ്പെട്ട പെൺകിടാവിനെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ഇലക്ഷൻ വരുന്ന സമയത്ത് സ്ത്രീയുടെ മുഖം ഫ്ലക്സിൽ വെക്കാൻ ഭയന്ന് ഭർത്താവിൻ്റെ മുഖം വയ്ക്കുന്നതിനെ നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ, നിങ്ങൾ പുരോഗമന സമാജത്തിൻ്റെ യാത്രയിൽ അതാണ് ശരിയെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുള്ള, നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ കടുക്കാവെള്ളം കുടിപ്പിക്കണം നിങ്ങളുടെ ആൾക്കാരെ. ഇപ്പം ദേ പറഞ്ഞത് എന്താണ്? മറവെക്കണം പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലെന്ന്. അതിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മറവെക്കണോ? അവർക്ക് കാണുന്ന സമയത്ത് എന്തോ ഒരു ഇത് തോന്നുന്നു എന്ന് പറയപ്പെടുന്നത്, അങ്ങനെ ഇത് തോന്നുന്നത് നിങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്കായിരിക്കും. മറ്റുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ അതിമ കെട്ടിവെക്കേണ്ട. മറവെച്ചുകൊണ്ട് ആണും പുരുഷനും സ്ത്രീയും നടക്കണം എന്ന് പറയുന്നതിനെ നിങ്ങൾ കൃത്യമായി യോജിക്കുന്നുണ്ടോ? എന്താ കാരണം എന്നറിയാമോ? എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? വാണിമൽ സഹോദര, എനിക്ക് നിങ്ങളെ സഹോദരൻ എന്ന് വിളിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് എന്നെ ഹിന്ദു എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാനും താങ്കളും ഈ സമൂഹവും തമ്മിലുള്ള വ്യത്യാസം. മുസ്ലിം ലീഗ് എന്ന പേരും പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിൻ്റെ അന്ധമായ വിശ്വാസങ്ങളെ, തട്ടിപ്പ് വിശ്വാസങ്ങളെ അവനവൻ്റെ ഇഷ്ടാനുസരണം കൊണ്ടു നടന്ന് അവനവൻ്റെ ഉപഭോഗ വസ്തുവായിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുകയും നിങ്ങൾക്ക് തോന്നുമ്പോൾ കെട്ടാനും തോന്നുമ്പോൾ മൊഴി ചെല്ലാനും തോന്നുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനുമുള്ള ഒരു ഉപകരണമായിട്ട് നിങ്ങൾ സ്ത്രീകളെ കാണുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇനി സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞാൽ അവരെ സമൂഹത്തിന്റെ നടുക്കിലിട്ട് കേട്ടിയിട്ടടിക്കണമെന്നാണ് ഞാൻ പറയുക. കാരണം നിങ്ങൾക്ക് തൊള്ളെ തോന്നി വിളിച്ചു പറയാനുള്ളതല്ല കേരളം എന്ന് പറയപ്പെടുന്നത്. സ്ത്രീകൾ എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ വേഷം കെട്ട് തീർക്കാനും നിങ്ങളുടെ കാമം തീർക്കാനുള്ള മാർഗവുമല്ലെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. ഈ നാടിനകത്ത് കൃത്യമായിട്ടൊരു നിയമമുണ്ട്, നാടിനകത്ത് കൃത്യമായ ഒരു സാമൂഹിക ശൈലിയുണ്ട്. അവിടെയാണ് ഞങ്ങൾ കൃത്യമായി ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞത്, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്ന വലിയൊരു സംവിധാനം വരേണ്ടതിന്റെ അത്യാവശ്യമെന്ന് പറയപ്പെടുന്നത്. ഇതേപോലെയുള്ള ആളുകളുടെ പച്ച നാടൻ ഭാഷയിൽ തെമ്മാടിത്തരങ്ങൾ നിൽക്കണമെങ്കിൽ, ഇവരുടെയൊക്കെ വർഗീയ അന്ധത നിൽക്കണമെങ്കിൽ, ഇവരുടെയൊക്കെ മതഭ്രാന്ത് നിൽക്കണമെങ്കിൽ, ഇവരുടെയൊക്കെ ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീ സമൂഹത്തിനോട് കാണിക്കുന്ന ആ വികാര ചിന്താഗതി നിൽക്കണമെങ്കിൽ അവർക്കും തുല്യമായ നീതി കിട്ടണം, അവർക്കും തുല്യമായ അവകാശമുണ്ടാകണം, അവർക്കും എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇവന്മാരുടെ തീട്ടൂരത്തെ ഭയന്നുകൊണ്ട് പുറകിൽ അടുക്കളയിൽ ബിരിയാണി വെച്ച് ഇവർക്ക് കൊടുക്കേണ്ട പാവപ്പെട്ടവരായി മാറരുത്, ഇവർ കൊടുക്കുന്ന ചാക്കിനുള്ളിൽ ഇറങ്ങിയിരിക്കുന്ന ആളുകളായി അവർ മാറരുത് എന്നുള്ളത് കൃത്യമായി തന്നെ ഈ സമൂഹത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് യൂണിഫോം സിവിൽ കോഡുകൾ വരുന്നത്. അതിനെതിരെ സമരത്തിനിറങ്ങുവരെ, അതിനെതിരെ ഇവർ കൃത്യമായി സമരത്തിനിറങ്ങും. നിങ്ങൾ മറ്റുള്ള ആളുകളുടെ സമരത്തിനല്ല പോകേണ്ടത്, നിങ്ങൾ മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോകേണ്ട. നിങ്ങൾ ഈ PM ഇസ്ലാം എന്ന് പറയപ്പെടുന്ന വൃത്തിഹീനമായ വാക്കുകൾ പറഞ്ഞ നേതാവുണ്ടല്ലോ, ഓനോട് കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ഓന്റെ വീട്ടിൽ പോലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടില്ല, അംഗീകാരം കിട്ടില്ല. ഈ നാടിനകത്ത് പാവപ്പെട്ട് വളർന്നു വരുന്ന യുവതലമുറയെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ മറവെച്ച് പുരുഷൻ സ്ത്രീയെ കണ്ടാൽ മതി, അവൻ അവളെ കാണരുത്, അവൻ അത് ഇന്നത് ചെയ്യരുത്, വളർന്നു വരരുത്, അവൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരരുത്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ PMA സലാം ഓന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അത് കേരള സമൂഹത്തിനോട് പറയില്ല. അതിനെ ന്യായീകരിക്കാൻ വാണിമൽ സഹോദരൻ വന്നാൽ, വാണിമൽ സഹോദര, വർഗീയവാദ രാഷ്ട്രീയത്തിന്റെ വക്താവേ കേട്ടുകൊള്ളുക.
നിങ്ങളുടെ തെമ്മാടിത്തരങ്ങൾ കണ്ട് ഇവിടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ നോക്കി നിൽക്കില്ല. കൃത്യമായി തന്നെ ചോദ്യം ചെയ്യും, കൃത്യമായി തന്നെ എതിർക്കും. വേഷം കെട്ടുമായിട്ട് നിങ്ങളുടെ സകലവിധ തെമ്മാടിത്തരങ്ങളുമായിട്ട് വന്നാൽ അതിനെ കൃത്യമായി ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് വാണിമൽ സഹോദരൻ മനസ്സിലാക്കിക്കോ. മതഭ്രാന്തുണ്ടെങ്കിലേ കയ്യിൽ വെച്ചാൽ മതി. കേരള സമൂഹത്തിൽ അത് വില പോവുകയില്ല, അത് കച്ചവടം ചെയ്യാനും പറ്റില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ അങ്ങ് സ്വപ്നം കാണും വേണ്ട കേട്ടോ.